കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന. സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ശാന്തമായിരിക്കാം. ശാന്തമായി ഒഴുകിയിരുന്ന തിബേരിയസിലൂടെ ശിഷ്യന്മാർ മീൻ പിടിക്കുവാനായി പോകുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഒരു മീൻ പോലും കിട്ടുന്നില്ല. നാഥൻ കരയിൽ വന്ന് ശിഷ്യരോട് ചോദിക്കുകയാ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? കുഞ്ഞുമക്കളെ, നിങ്ങളുടെ പക്കൽ വല്ലതുമുണ്ടോ? നിരാശയോടെ ശിഷ്യർ പറഞ്ഞു, ഒന്നുമില്ല. നാഥൻ അരുൾ ചെയ്തു, നന്മയുടെ ഭാഗത്ത് വലയിറക്കുക. നിന്റെ ജീവിതത്തിൻ്റെ ശരിയായ വശത്ത് വലതുവശത്ത് വലയിറക്കുക. അപ്പോൾ നിനക്ക് വല നിറയെ മത്സ്യങ്ങളെ കിട്ടും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈശോ നമ്മളോട് പറയുന്നത് ഇതുതന്നെയാണ്. ജീവിതത്തിൻ്റെ നല്ല വശത്ത് നീ വലയിറക്കുക, എന്നോടുകൂടി വലയിറക്കുക. ഈ ഒരമണിക്കൂർ നേരം നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഈശോയോടൊപ്പം ഈശോയുടെ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. എനിക്ക് വേണ്ടി അപ്പമൊരുക്കി കാത്തിരിക്കുന്നവൻ. പ്രിയമുള്ളവരെ, ഈശോ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല പ്രാതലൊരുക്കി പ്രക്ഷുബ്ധമായ കടൽ തീരങ്ങളിൽ അല്ലെങ്കിൽ കടലിനുള്ളിൽ ഞാൻ വലയിടുവാനായി പോകുമ്പോഴും എനിക്ക് വേണ്ടി കടലോരത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന
ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് ദിവ്യകാരുണ്യം. എനിക്ക് വേണ്ടി ദൈവമൊരുക്കിയ പ്രാതൽ, ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനം. പ്രിയമുള്ളവരെ, നമുക്കും ആ സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കാം, ആ നന്മയെപ്പറ്റി ധ്യാനിക്കാം, ആ സ്നേഹത്തണലിൽ അല്പനേരമായിരിക്കാം. അവൻ എന്നെ സ്നേഹിച്ചു, അവൻ്റെ നിത്യസ്നേഹത്താൽ. സ്നേഹിച്ചു നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. എൻ്റെ ഈശോയെ, നിന്റെ നിത്യമായ സ്നേഹത്താൽ എന്നെ നീ സ്വന്തമാക്കി. നിന്നോടൊപ്പമായിരിക്കുവാൻ നീ എനിക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഈ വിരുന്നൊരുക്കി ദിവ്യകാരുണ്യമായി എന്നോടൊപ്പമായിരിക്കുന്നു. ഓ നാഥ, നിന്റെ ഈ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ആരൊക്കെ അകന്നാലും ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും ഒരിക്കലും മറക്കാത്ത സ്നേഹമായി എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പമായിരിക്കുന്നവനെ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നിന്റെ സ്നേഹത്തിനു ഞാൻ നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ സ്നേഹത്താൽ എന്നെ നീ നിറയ്ക്കണമേ. നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് വീണ്ടും ആ മധുരമായ ഗാനം ആലപിക്കാം. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ടിട്ട് നിരാശയോടെ മടങ്ങിപ്പോയ പത്രോസ് തൻ്റെ കൂടെയുള്ളവരെ വിളിച്ചുകൊണ്ട് തിബേരിയസിൽ വലയിറക്കുവാനായി പോവുകയാണ്. നിരാശയുടെ കടലിലേക്ക് വലയിറക്കുവാനായി പോകുന്നവന് ദൈവം അരികത്ത് കാത്തു നിൽക്കുകയാണ്. കടലോരത്ത് നിരാശയുടെ ആഴങ്ങളിലേക്ക് അവൻ വലയിറഞ്ഞു. അവനൊന്നും കിട്ടിയില്ല. അവൻ്റെ അധ്വാനം നിഷ്ഫലമായി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവത്തെ കൂട്ടുപിടിക്കാതെ നിരാശയുടെ പടുകുഴിയിലേക്ക് നാം താണു പോകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ശൂന്യതയായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഫലം. ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ നിറവായിരിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രചോദനം. എൻ്റെ ജീവിതത്തെ പ്രചോദിപ്പിക്കേണ്ടത് നിന്റെ കുരിശിലെ ബലി മാത്രമല്ല, നിന്റെ ഉത്ഥാനവുമായിരിക്കണമേ. പ്രതീക്ഷയുടെ ഒരു പൂക്കാലം എൻ്റെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവരയണമേ. നമുക്ക് വീണ്ടും പാടാം. അങ്ങേ വിട്ടെങ്ങും, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. രാജാവായ ക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്ത സ്ഥാനം മോഹിച്ചിട്ട് അത് ലഭിക്കാതെ തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയ ശിഷ്യന്മാരെയാ നമ്മൾ തിബേരിയസിൽ കാണുന്നത്. പ്രിയമുള്ളവരെ,
സ്ഥാനമാനങ്ങളാകരുത് ഈ കാരുണ്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കേണ്ടത്. എൻ്റെ കുറവുകളിലേക്കാണ് ദൈവം കടന്നു വരുന്നത്, ജീവിതത്തിൻ്റെ നിറവുകളിലേക്കല്ല. പ്രിയമുള്ളവരെ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. നീ രോഗിയാണെങ്കിൽ, നീ പാപിയാണെങ്കിൽ നീ പരിതപിക്കേണ്ട, നീ നിരാശപ്പെടേണ്ട. നിന്നെ ശക്തനാക്കുന്നവൻ നിന്നോട് കൂടിയുണ്ടെന്ന് നീ തിരിച്ചറിയുക. നിന്റെ കുറവുകളെ നിറവുകളാക്കുവാൻ കഴിവുള്ളവനാണ് ഈ ദിവ്യകാരുണ്യമെന്ന് നീ തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ആ കാരുണ്യത്തിൻ്റെ സ്നേഹത്തണലിലാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ തണലിലേക്ക് നമുക്ക് നടന്നു കയറാം. അതുകൊണ്ട് എൻ്റെ കുറവുകളെ ഓർത്ത് പരിതപിക്കാതെ എൻ്റെ നന്മയെ ഓർത്ത് സന്തോഷിക്കണം. എൻ്റെ കുറവുകളിൽ എന്നെ ബലപ്പെടുത്തുവാനായിട്ട് എൻ്റെ ദൈവമുണ്ട് എന്നൊരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ സ്നേഹമായിരിക്കണം നമ്മെ അനുദിനം നയിച്ചു കൊണ്ടിരിക്കേണ്ടത്. നമുക്ക് വീണ്ടും ഒന്ന് ചേർന്ന് പാടാം. നിത്യസ്നേഹത്താൽ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. ദൈവം തൻ്റെ പദ്ധതിക്കായി നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഓർക്കുക, നിന്റെ കുറവുകളുടെ പട്ടിക ദൈവത്തിൻ്റെ മുൻപിൽ ഒരിക്കലും നിരത്തരുത്. കാരണം ആ കുറവുകൾ കണ്ട് തന്നെയാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ആ കുറവിലും നിന്നെ ശക്തനാക്കി മുൻപോട്ട് നയിക്കുവാൻ കഴിയുന്ന ദൈവം തന്നെയാ കൂടെയുള്ളത്. നിന്റെ ജീവിതത്തിലെ ദാരിദ്ര്യമായിരിക്കാം, പട്ടിണിയോ പരിഭവങ്ങളോ ആയിരിക്കാം ജീവിതത്തിൽ. പക്ഷേ ഓർക്കുക, ദൈവം നിന്നോടൊപ്പമുണ്ട്. ദൈവം നിന്നെ താങ്ങിക്കൊള്ളും. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നീ ആയിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തേക്ക് സാക്ഷിയാകുവാനായിട്ട് എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. പ്രിയമുള്ളവരെ, നിന്റെ കുടുംബ മഹിമ നോക്കിയല്ല ദൈവം നിന്നെ വിളിക്കുന്നത്. നിന്റെ പ്രതാപം നോക്കിയല്ല നിന്നെ വിളിക്കുന്നത്. നിന്റെ സമ്പത്ത് നോക്കിയല്ല നിന്നെ വിളിക്കുന്നത്. മറിച്ച് നിന്നെ മാത്രമാ ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് ചേർന്ന ഏറ്റവും നല്ല ഉപകരണമായിട്ട് നിന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു ഓർമ്മ നിനക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, വിട്ടുകൊടുക്കുവാനുള്ള മടി കാണിക്കരുത്. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് നിന്റെ ഉപകരണമായിട്ട് എന്നെ വിട്ടുതരികയാ. നിനക്കാവശ്യമുള്ള രീതിയിൽ, നിനക്ക് യോഗ്യമായ വിധത്തിൽ നീ അതിനെ ഉപയോഗപ്പെടുത്തണമേ. ഇതാ കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുതരികയാ ദൈവമേ. എൻ്റെ കുറവുകളല്ല, നിന്റെ നന്മകളിൽ ആശ്രയിച്ച എൻ്റെ ജീവിതത്തെ ഞാൻ വിട്ടുതരുന്നത്. ഈ സമർപ്പണത്തെ പൂർണ്ണമാക്കി നിന്റെ സ്നേഹത്താൽ എന്നെ നിറച്ചനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പാടാം. നിത്യസ്നേഹത്താൽ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. മനോഹരമായ ഈശോയുടെ ഒരു ചിത്രമുണ്ട്. ഗെത്സമനയിൽ ഹൃദയവ്യതയോടുകൂടി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ചിത്രം. പ്രിയമുള്ളവരെ,
നമ്മുടെ മനസ്സിലും കുറിച്ചിടേണ്ട ഒരു ചിത്രമാണത്. ആശങ്കകളുടെ, തീരാവേദനകളുടെ നടുവിൽ പിതാവിൻ്റെ മുമ്പിൽ ധ്യാനനിമഗ്നനായിരിക്കുവാൻ എന്നെ പഠിപ്പിച്ച ഈശോയുടെ ചിത്രം. വേദനകളും കൈപ്പേറിയ അനുഭവങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും, പരിഹാസത്തിൻ്റെ ശരങ്ങളേറ്റപ്പോഴും ഈശോ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന്. ജീവിതത്തിലെ മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ആ വേളകളിലെല്ലാം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ ദിവ്യകാരുണ്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. പ്രിയമുള്ളവരെ, ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുൻപിൽ ഇറങ്ങിയിരിക്കുന്ന ഈശോ, ദിവ്യകാരുണ്യം. ദൈവമായിട്ടും തന്നെ ശൂന്യനാക്കി മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഒരു ചെറിയ അപ്പമായി ഇന്നും നമ്മോടൊത്ത് സഞ്ചരിക്കുന്നവൻ. പ്രിയമുള്ളവരെ, ആ കാരുണ്യത്തെ നോക്കി തന്നെ ഇരിക്കാം. ആ കാരുണ്യത്തിൻ്റെ തണലിലായിരിക്കുവാനായിട്ട് നമുക്കെപ്പോഴും പരിശ്രമിക്കാം. ദൈവം നമ്മെ വിളിക്കുന്നുണ്ട്. അവൻ്റെ മുൻപിൽ ചെവിയോർത്തിരിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് വേണ്ടി വലിയൊരു പദ്ധതി അവൻ കാഴ്ചവെച്ചിരിക്കുകയാണ്. എന്താണെന്ന് അവനോട് ചേർന്ന് നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നീ ജീവിതത്തിൽ വ്യാകുലപ്പെടുന്നുണ്ടോ, നീ ജീവിതത്തിൽ നിരാശപ്പെടുന്നുണ്ടോ എങ്കിൽ പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൻ്റെ പദ്ധതി എന്തെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യേശുവിനെ ഉറ്റുനോക്കണം. അവനെ ഉറ്റുനോക്കുമ്പോൾ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകും. ശിഷ്യപ്രമുഖനായ പത്രോസിനും ജീവിതത്തിൽ വഴിത്തിരിവായത് യേശുവിൻ്റെ കണ്ണിലേക്കുള്ള നോട്ടമാണ്. അതെ, യേശു നോക്കുന്നവനല്ല, യേശുവിനെ നോക്കുന്നവനാകണം. യേശുവിനെ നോക്കി ദൂരെ സഞ്ചരിക്കുന്നവനാകണം. യേശുവിൻ്റെ വചനത്തിന് വേണ്ടി ദൂരം സഞ്ചരിക്കുന്നവനാകണം. അവൻ്റെ വചനത്തിന് സാക്ഷിയാകുവാനായി ജീവിതം കൊടുക്കുന്നവനാകണം. പ്രിയമുള്ളവരെ, അതിന് നിന്റെ കുറവുകളെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ ജീവിതത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ ബലഹീനതയെ ദൈവത്തിന് ആവശ്യമുണ്ട്. കാരണം ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകേണ്ടത് അവിടങ്ങളിലാണ്. ആ ഇടങ്ങളെ ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കാം. ദൈവമേ, ഒത്തിരിയേറെ തഴക്കദോഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, നിന്റെ കയ്യിലേക്ക് വിട്ടുതരികയാ. നീ ഏറ്റെടുത്ത് അതിനെ പൗത്രീകരിച്ച് നിന്റെ ജീവിതത്തിന് യോഗ്യമായ ഒരു ജീവിതം എനിക്ക് നൽകണമേ. നിന്റെ സുവിശേഷത്തിന് സാക്ഷിയാകുവാനുള്ള കൃപ എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ. ദൈവമേ, രോഗത്താൽ ഞാൻ ഒത്തിരിയേറെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക, പീഡകളേറ്റുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, നിന്റെ സൗഖ്യദായകമായ കരം എൻ്റെ ജീവിതത്തിലേക്ക് തരണം. മറ്റുള്ളവരാൽ ഒത്തിരിയേറെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നെ, മറ്റുള്ളവരെന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, നീ ഇത് കാണുന്നില്ലേ? അവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒറ്റപ്പെടുത്തുമ്പോഴാണ് ദൈവം എൻ്റെ അടുത്തേക്ക് വരുന്നത്. ആരുമില്ല എന്നെനിക്ക് തോന്നുന്ന വേളയിലാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിയുക. പ്രിയമുള്ളവരെ, ദൈവം നൽകുന്ന ഒരു സന്ദർഭവും കൂടിയാണത്. നീ ഒറ്റപ്പെട്ടവനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ നീ ദൈവത്തിലേക്ക് തിരിയുക, അവനെ കൂട്ടുപിടിക്കുക. കാരണം അവൻ നിന്നെ താങ്ങിക്കൊള്ളും, അവൻ നിന്നെ ചേർത്തണച്ചു കൊള്ളും. അവൻ്റെ മാറിൽ നീ സുരക്ഷിതനായിരിക്കും. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൻ്റെ തണലിലിരുന്ന് നമുക്കൊന്നു ചേർന്ന് ഒരിക്കൽ കൂടി പാടാം. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തെ ആ ദിവ്യനാഥൻ്റെ മുൻപിലേക്ക് ഇറക്കി വയ്ക്കാം. എൻ്റെ കുടുംബങ്ങളിൽ
നിനക്ക് സാക്ഷ്യം നൽകുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ ദൈവമേ? ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ സമൂഹത്തിൽ നിനക്കായി സാക്ഷ്യം നൽകുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ ദൈവമേ? ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് ക്ഷമ ചോദിക്കുകയാണ്. എന്നെ അനുഗ്രഹിക്കുവാൻ നീ എഴുന്നള്ളി വരുമ്പോൾ ദൈവമേ, എന്നെ നിൻ്റേതാക്കി തീർത്ത് ഒരു നവസൃഷ്ടിയാക്കി മാറ്റി ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒരു സാക്ഷിയാകുവാൻ അനുഗ്രഹിക്കണമേ. നമുക്ക് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും ആ ദിവ്യനാഥൻ്റെ മുൻപിൽ ഇറങ്ങി വയ്ക്കാം. അവൻ നമ്മെ അനുഗ്രഹിക്കാൻ വരിക, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ വരിക, എൻ്റെ വേദനകളെ അനുഗ്രഹിക്കാനായി വരിക. നമുക്ക് അവൻ്റെ മുൻപിൽ ശിരസ്സ് നമിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നന്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും